തിരുവനന്തപുരത്തെ റോഡുകളിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന കേബിളുകൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. ഉപയോഗശൂന്യമായ കേബിളുകളിൽ തട്ടി വീണ് നിരവധി പേരാണ് അപകടത്തിന് ഇരയാകുന്നത്. തിരുവനന്തപുരം മടവൂരിൽ കേബിളിൽ തട്ടി ബസ്സിനടിയിൽ വീണ 7 വയസ്സുകാരി മരിച്ചത് വലിയ ചർച്ചയായിരുന്നു. തലസ്ഥാനത്തെ നഗരവീഥികളെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന കേബിൾ കൂട്ടങ്ങളാണിത്. ഏതു നിമിഷവും അപകടം വിളിച്ചു വരുത്തിയേക്കാവുന്നവ. കേബിളുകൾ ചുരുട്ടിവെച്ചിരിക്കുന്നതും നിലത്ത് കേബിൾ ഊരാക്കുടുക്ക് പോലെ കിടക്കുന്നതും വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീതി സൃഷ്ടിക്കുന്നതാണ്. ആളുകൾക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആളുകളുടെ കാലുകളിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ നേരത്തെ പറഞ്ഞ അപകടം ഇവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം അപകടത്തിനിരയായവർ നിരവധി പേരാണ്. ഞാൻ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേബിളൊക്കെ കൊണ്ട് കാലൊക്കെ മുറിയുന്നുണ്ട്, പിന്നെ കാലൊക്കെ കുടുങ്ങുന്നുണ്ട്. ഇതൊന്ന് മാറ്റി തന്നാ കൊള്ളാന്നുണ്ട്. വണ്ടികൾ വീലിന് ചുറ്റുമുണ്ട്, തട്ടി വീഴുന്നുണ്ട് വയസ്സായവർ. കേബിള് വലിയ വിഷയമാണ്. തട്ടിയത് അപ്പുറത്തെ റോഡിൽ 2-3 സ്ത്രീകൾ വീഴുന്നു. അവിടെ ഇങ്ങനെ ഒരു വെട്ടുപോലെ അവിടെ കിടക്കുകയാണ്. അലക്ഷ്യമായി കിടന്ന കേബിളിൽ തട്ടി ബസ്സിനടിയിൽ വീണ് കിളിമാനൂരിൽ 7 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ദിവസമാണ്. റോഡുകൾ കയ്യേറി കിടക്കുന്ന ഇത്തരം കേബിളുകൾ മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മാത്രമല്ല അവന്റെ ജീവന് തന്നെ ഭീഷണിയാകുകയാണ്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സ്വാന്തന സാജു, മീഡിയ 1, തിരുവനന്തപുരം.